ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം വിദ്യാർത്ഥി ബോധം സിന്ദാബാദ് വിദ്യാർത്ഥി ബോധം സിന്ദാബാദ് നാണമില്ലേ സർക്കാരെ ഞങ്ങളുടെ നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മുടങ്ങിയതിൽ പ്രതിഷേധം. SFI ഉപരോധ സമരം സംഘടിപ്പിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ വിദ്യാർത്ഥി ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഭക്ഷണം മുടങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ വീടുകളിലാണ് താമസം. ഇവരുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി ആരംഭിച്ച നിലമ്പൂർ ITIയിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നൽകി വരുന്ന പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം തുടങ്ങിയവ നിലച്ചിരിക്കുകയാണ്. വിദൂര സാഹചര്യങ്ങളിൽ നിന്നും പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ITIകളിൽ പഠിക്കുന്നത്. പലരും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവർ കൂടിയാണ്. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഒരു ഭക്ഷണവും ലഭിക്കുന്നില്ല. സാധാരണഗതിയിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ജൂലൈ മാസത്തിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ധനാനുമതി ITIകളിൽ എത്താറുണ്ട്. ഇത്തവണ ഇതുവരെ ധനാനുമതി എത്തിയിട്ടില്ല. സ്കിൽ ആൻഡ് ലേബർ വകുപ്പിന് കീഴിലാണ് ITIകൾ. അവിടെ നിന്നുള്ള ഫയലുകൾ ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടക്കുകയാണ്. നിലമ്പൂർ ITIയിൽ SC വിഭാഗത്തിൽ നിന്നും 57 പേരും ST വിഭാഗത്തിൽ നിന്നും 47 പേരുമാണ് പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ വലിയ പ്രയാസമാണ് നേരിടുന്നത്. SC ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അവരുടെ തുടർ പഠനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് മുടങ്ങിയത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ലഭിക്കാത്തത് കാരണം ക്ലാസുകൾ അവധി നൽകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് SFI സമരം. സംസ്ഥാന കമ്മിറ്റി അംഗം ഗോകുൽ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരം തന്നത് ഈ വിദ്യാർത്ഥികളുടെ അവകാശത്തെ ലംഘിക്കാൻ നിങ്ങൾക്ക് ഏത് ഭരണഘടനയാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ഇതൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതൊന്നല്ല. ഇത് സമാനമായി ഇന്ന് കേരളത്തിനകത്തെ 3 SC ST ITIകൾക്കകത്തും മുഴുവൻ വനിതാ ITIകൾക്കകത്തും ഈ സ്ഥിതിവിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഇതിൽ തീരുമാനമെടുക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. ധനകാര്യ വകുപ്പിന്റെ മുകളിലിരിക്കുന്ന മേശപ്പുറത്തിരിക്കുന്ന ഫയൽ എത്രയും അടിയന്തര പ്രാധാന്യത്തോടുകൂടി മുഖ്യമന്ത്രി പരിഗണിച്ച് ഈ വിഷയത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ അടിയന്തര സാഹചര്യത്തോടുകൂടി ഇന്നു തന്നെ ഫയൽ നീക്കി അതിനകത്തൊരു മറുപടി ഈ ക്യാമ്പസുകൾക്കും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നൽകിയെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇതിൽ നിന്നും ഒരടി പുറകോട്ട് പോകുകയുള്ളൂ. അല്ലാത്ത പക്ഷം വരാനിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ 50 സഖാക്കൾ 50 വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം ക്ലാസ്സിൽ ഇരിക്കേണ്ടുന്ന 50 വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറികളിൽ ഭക്ഷണമില്ല എന്നതിന്റെ പേരിൽ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ 50 പേർക്ക് ക്ലാസ് മുറികൾ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ അധ്യയനം നഷ്ടപ്പെടുന്നുണ്ട്. ആ 50 പേരോടൊപ്പം ഈ ക്യാമ്പസിനകത്ത് ബാക്കി 250 പേരും ഇറങ്ങും. ഇതുപോലെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ SFIക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും വിദ്യാഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാനുള്ള കടമ സർക്കാരിനുണ്ട്. അവർക്ക് ആ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഉറപ്പുവരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം സഫ്വാൻ, യൂണിയൻ ചെയർമാൻ ഷിനു പ്രവീൺ എന്നിവർ സംസാരിച്ചു. അടിയന്തര നടപടികൾ മന്ത്രി സ്വീകരിക്കണമെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നും SFI നേതാക്കൾ പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.